ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂമാനി മലയാളത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. മലയാളത്തിലെ ന്യൂ ജനറേഷൻ സംവിധായകരിൽ മികച്ചു നിൽക്കുന്ന ജിത്തു മാധവൻ തിരക്കഥയെഴുതി സംവിധാനം ചെയ്തിട്ടുള്ള രോമാഞ്ചം, ആവേശം എന്നീ ചിത്രങ്ങളുടെ സിമിലാരിറ്റികൾ വെച്ചുകൊണ്ട് മുൻപേ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഇതേപോലെ തന്നെ മലയാളത്തിലെ മറ്റൊരു മികച്ച ന്യൂ ജനറേഷൻ സംവിധായകനായിട്ടുള്ള ഗിരീഷ് ഏഴിയുടെ തണ്ണീർമത്തൻ ദിനങ്ങൾ, സൂപ്പർ ശരണ്യ, പ്രേമലു ഈ മൂന്ന് ചിത്രങ്ങളും തമ്മിലുള്ള സിമിലാരിറ്റികൾ വെച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാനായി പോകുന്നത്. സോ ഒരുപക്ഷെ നിങ്ങൾ ഈ സിനിമകൾ കണ്ടിട്ടില്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സ്പോയിലർ ആകാൻ ചാൻസ് ഉണ്ട്. സോ സ്പോയിലർ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഗിരീഷ് ഏഴി സംവിധാനം ചെയ്തിട്ടുള്ള തണ്ണീർമത്തൻ ദിനങ്ങളായാലും സൂപ്പർ ശരണ്യ ആയാലും പ്രേമലു ആയാലും ഈ മൂന്ന് ചിത്രങ്ങളും തമ്മിൽ ഒരുപാട് സിമിലാരിറ്റികളുണ്ട്. എന്നിരുന്നാലും തണ്ണീർമത്തൻ ദിനങ്ങളും പ്രേമലുവുമായിട്ടാണ് കൂടുതൽ സിമിലാരിറ്റികൾ കാണാൻ സാധിക്കുന്നത് കൊണ്ട് ഈ ചിത്രങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ടാണ് ഈ വീഡിയോ അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നത്. അതിലാദ്യത്തേത്, ഈ മൂന്ന് കഥകൾ എടുത്തു നോക്കിയാലും അതെല്ലാം ഒരു സ്ഥാപനത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് നടക്കുന്നതെന്ന് കാണാം. ആദ്യത്തെ തണ്ണീർമത്തൻ ദിനങ്ങളിൽ അതൊരു സ്കൂളിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നടന്നിരുന്നത്. ഒരു +1 +2 കാലഘട്ടത്തിലെ ഒരു സ്കൂൾ ജീവിതമായിരുന്നു അതിലൂടെ കാണിച്ചിരുന്നത്. പിന്നീട് സൂപ്പർ ശരണ്യയിലേക്ക് വന്നപ്പോൾ ഈ +1 +2 കാലഘട്ടം കഴിഞ്ഞുള്ള ഒരു കോളേജ് കാലഘട്ടമാണ് അവിടെ കാണിച്ചിരുന്നത്. അതും കഴിഞ്ഞ് പ്രേമലുവിലേക്ക് എത്തിയപ്പോൾ ഈ കോളേജും കഴിഞ്ഞ് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തെ ബേസ് ചെയ്തുകൊണ്ട്, ഒരു ഓഫീസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കാണിച്ചിരുന്നത്. സോ ഇങ്ങനെ മൂന്ന് സിനിമകളിലും ഒരു സ്ഥാപനത്തെ, ഒരു കൂട്ടം ആളുകളുള്ള ഒരു സ്ഥാപനത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് പോകുന്നതെന്ന് കാണാം. രണ്ടാമത്തേത്, ഈ മൂന്ന് സ്ഥലങ്ങളിലും ഒരു കോമഡി വില്ലനെ കാണാം. സാധാരണ കോമഡി ചിത്രങ്ങളാണെങ്കിൽ പോലും അവിടെ വരുന്നത് മിക്കവാറും ഒരു ക്രൂരനായിട്ടുള്ള വില്ലനൊക്കെ ആയിരിക്കും. പക്ഷേ ഈ ഒരു കഥാപാത്രം പൊതുവെ ഒരു കോമഡി വില്ലനായിട്ട് അല്ലെങ്കിൽ കുറച്ച് മണ്ടത്തരങ്ങൾ കാണിക്കുന്ന ഒരാളായിട്ടെല്ലാമാണ് വരുന്നത്. ഒന്നാമത്തെ ചിത്രത്തിൽ വിനീത് ശ്രീനിവാസ് അവതരിപ്പിച്ചിട്ടുള്ള രവി പത്മനാഭനും സൂപ്പർ ശരണ്യയിൽ അത് അജിത് മേനോൻ എന്ന കഥാപാത്രവും മൂന്നാമത്തെ ചിത്രത്തിൽ ശ്യാം മോഹന്റെ ആദ്യ എന്ന കഥാപാത്രവുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നിരുന്നാലും ഇയാൾ വില്ലൻ കഥാപാത്രമാണെങ്കിൽ പോലും ഇയാളെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. തണ്ണീർമത്തൻ ദിനങ്ങളിലെ വിനീത് ശ്രീനിവാസന്റെ രവി പത്മനാഭൻ എന്ന കഥാപാത്രത്തെ ആ സ്കൂളിലുള്ള എല്ലാവർക്കും തന്നെ, മാത്യൂസിന്റെ കഥാപാത്രത്തിനൊഴികെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന രീതിയിലാണ് കാണിച്ചിരുന്നത്. പ്രേമലുവിലേക്ക് എത്തുന്ന സമയത്ത് ആദ്യം ആ കഥാപാത്രത്തെ നായകനും നായകന്റെ കൂട്ടുകാരനും ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളും ഒഴികെ മറ്റെല്ലാവർക്കും ഇഷ്ടമുള്ളതുപോലെയാണ്, എല്ലാവരോടും ജോളിയായിട്ട് നടക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് സൂപ്പർ ശരണ്യയിലെ അജിത് മേനോൻ എന്ന കഥാപാത്രവും. വിനീത് വസുദേവൻ അവതരിപ്പിച്ചിരിക്കുന്ന ഈ ഒരു കഥാപാത്രത്തെ കോളേജിലുള്ള മിക്കവരും, കൂടുതൽ പെൺകുട്ടികളെല്ലാം ഒരു ആരാധനാ കഥാപാത്രമായിട്ടാണ് കൊണ്ടു നടക്കുന്നത്. ഇനി നായകനിലേക്ക് വരുന്ന സമയത്ത്, നായകൻ തണ്ണീർമത്തൻ ദിനങ്ങളിലെയും പ്രേമലുവിലെയും നായകന്മാർ പഠിത്തത്തിൽ കുറച്ച് പിന്നോട്ടാണ്, കുറച്ച് ഉഴപ്പാണ് എന്നുള്ള രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. തണ്ണീർമത്തൻ ദിനങ്ങളിലെ മാത്യൂസിന്റെ കഥാപാത്രം ആദ്യം നല്ല രീതിയിൽ പഠിക്കുന്ന ആളാണ് എന്നെല്ലാം കാണിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് അതെല്ലാം തെറ്റായിരുന്നുവെന്നും ആൾ അത്ര കേമനല്ല എന്നുള്ള രീതിയിൽ കാണിച്ചിട്ടുണ്ട്. പ്രേമലുവിലേക്ക് വരുന്ന സമയത്ത് സച്ചിൻ എന്ന ആ കഥാപാത്രവും പഠിക്കുന്ന സമയത്ത് തന്നെ, കോളേജ് കാലഘട്ടത്തിൽ തന്നെ കുറച്ച് മദ്യപാനമായിട്ട് നടക്കുന്ന രീതിയിലെല്ലാമാണ് കാണിച്ചിരിക്കുന്നത്. പിന്നീട് നല്ല ഒരു ജോലി കിട്ടുന്നില്ല എന്നുള്ള രീതിയിലും കാണിച്ചിട്ടുണ്ട്. എന്നാൽ നായികയിലേക്ക് വരുന്ന സമയത്ത് രണ്ട് ചിത്രങ്ങളിലെയും നായികമാർ നല്ല രീതിയിൽ പഠിപ്പുള്ളവരായിട്ട്, നല്ല ബ്രില്യൻ കഥാപാത്രങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. കൂടാതെ ഇവർ രണ്ടുപേരും തമ്മിലുള്ള പ്രണയം നോക്കിയാൽ അതിൽ രണ്ട് സിനിമകളിലും ഒരു ഇന്റർകാസ്റ്റ് ലവ് പോലെ, ഒരു ഇന്റർകാസ്റ്റ് ലവ് മാരേജിലേക്ക് കടക്കുന്നു എന്ന പോലെയാണ് കാണിച്ചിരിക്കുന്നത്. തണ്ണീർമത്തൻ ദിനങ്ങളിൽ നായകനായിട്ടുള്ള കഥാപാത്രം ക്രിസ്ത്യാനിയും നായിക ഹിന്ദുവുമാണെങ്കിൽ പ്രേമലുവിലേക്ക് എത്തുന്ന സമയത്ത് ഇത് രണ്ടും തിരിച്ചാണെന്ന് മാത്രം. മറ്റൊന്ന്, രണ്ട് സിനിമകളിലും കൊണ്ടുവന്നിട്ടുള്ള ഒരു ടൂറിന് പോകുന്ന കാര്യമാണ്. തണ്ണീർമത്തൻ ദിനങ്ങളിലാണെങ്കിൽ ഇവരെല്ലാം സ്കൂളിൽ നിന്നും ഒരു ടൂർ പോകുന്നതായിട്ടും, പ്രേമലുവിൽ ഒരു വിവാഹത്തിന്റെ ആഘോഷമെന്ന പോലെ ഓഫീസിലുള്ള എല്ലാവരും ചേർന്നുകൊണ്ട്, ആ കൂട്ടത്തിൽ നായകനും നായികയുടെ അച്ഛനും അമ്മയും എല്ലാം ചേർന്നുകൊണ്ട് ഒരു ടൂർ പോകുന്നതായിട്ടും കാണിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇതേപോലെ ഒരു ടൂർ തന്നെ ഗിരീഷ് ഏഴി സൂപ്പർ ശരണ്യയിലും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അത് ഈ രണ്ട് സിനിമകളെ പോലെ എല്ലാവരും ഒരുമിച്ചുകൊണ്ടല്ല, പകരം ഒരു കല്യാണത്തിന് നായികയും നായികയുടെ കോളേജിലുള്ള ആൾക്കാരും നായകനുമെല്ലാം പല സ്ഥലത്ത് നിന്ന് എത്തിച്ചേരുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതല്ലാതെയും നായികമാരെല്ലാം ചേർന്നുകൊണ്ട് പട്ടണത്തിലേക്ക് ഒരു ട്രിപ്പ് പോകുന്നത് പോലെയും സൂപ്പർ ശരണ്യയിൽ കാണിച്ചിരുന്നു. കൂടാതെ ഈ ടൂറിന്റെ ഇടയ്ക്ക് പരസ്പരം വെക്കുന്ന പാരകളും ഈ മൂന്ന് സിനിമകളിലും കോമൺ ആയി കാണുന്ന കാര്യമാണ്. അതിൽ തണ്ണീർമത്തൻ ദിനങ്ങളിലും പ്രേമലുവിലും വില്ലൻ നായകനെ മോശക്കാരനാക്കാൻ വേണ്ടി പല കാര്യങ്ങളും പറയുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. തണ്ണീർമത്തൻ ദിനങ്ങളിൽ വണ്ടിയുടെ ചില്ലെറിഞ്ഞു പൊട്ടിക്കുന്നത് നായകനാണ് എന്നുള്ള രീതിയിൽ വില്ലൻ പറഞ്ഞു വരുത്തുന്നതായിട്ടും, പ്രേമലുവിൽ നായികയുടെ മൊബൈൽ ഫോൺ നായകൻ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എന്ന് വില്ലൻ പറയുന്നതായിട്ടുമെല്ലാമാണ് കാണിച്ചിരിക്കുന്നത്. സൂപ്പർ ശരണ്യയിൽ ഇത്രയും രീതിയിൽ കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ കൂടി പരസ്പരം പാര വയ്ക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും കാണിച്ചിട്ടുമുണ്ട്. മറ്റൊന്ന്, ഗിരീഷ് ഏഴി തന്റെ സിനിമകളിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു കല്യാണ സീനാണ്. തണ്ണീർമത്തൻ ദിനങ്ങളിൽ ഒരു കല്യാണത്തിന്റെ ഇടയ്ക്ക് വെച്ച് നായകനും നായികയും പ്രേമിക്കുന്നത് പോലെ, താലി കെട്ടുന്നത് പോലെയെല്ലാം വളരെ രസകരമായിട്ട് സിമ്പിളായി തന്നെ കാണിച്ചു പോവുകയാണെങ്കിൽ,
പ്രേമലുവിൽ അത് വളരെ ഇമ്പോർട്ടൻസോടുകൂടി ഒരു കല്യാണ വീട്ടിൽ വെച്ചാണ് ഇവർ പരസ്പരം ആദ്യമായി കണ്ടുമുട്ടുന്നത് തന്നെയെന്നും നായകന് നായികയോടുള്ള പ്രേമം തുടങ്ങുന്നതെന്നും കാണിച്ചിരിക്കുന്നു. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൂപ്പർ ശരണയിലും ഒരു കല്യാണ വീട് വളരെ ഇമ്പോർട്ടൻസോടുകൂടി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എല്ലാ സിനിമകളിലും വില്ലനെ എല്ലാവർക്കും ഇഷ്ടമാണ്, വില്ലന്റെ സ്വഭാവം ഇഷ്ടമാണെന്ന്. എന്നാൽ 3 സിനിമകളിലും സിനിമയുടെ അവസാനത്തോട്ട് അടുക്കുമ്പോഴാണ് വില്ലന്റെ യഥാർത്ഥ സ്വഭാവം കാണിക്കുന്നത്. തണ്ണീർമത്തൻ ദിനങ്ങളിൽ രവി പത്മനാഭൻ എന്ന ആ കഥാപാത്രം വളരെ ഡീസന്റ് ആണ്, മാന്യനാണ് എന്നുള്ള രീതിയിലെല്ലാം കാണിച്ച് ഏറ്റവും അവസാനം എത്തുന്ന സമയത്ത് അയാൾ ഒരു കള്ളനാണ് എന്ന് എല്ലാവരും തിരിച്ചറിയുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. പ്രേമലുവിലേക്ക് എത്തുന്ന സമയത്ത് വില്ലനായിട്ടുള്ള ആദ്യ എന്ന കഥാപാത്രത്തെ എല്ലാവർക്കും ഇഷ്ടമാണ്. അയാൾ ഭയങ്കര മാന്യനാണ്, മദ്യപാനമില്ല, ദുശീലങ്ങൾ ഒന്നുമില്ല എന്നെല്ലാം കാണിക്കുന്നുണ്ടെങ്കിലും സിനിമയുടെ അവസാനം എത്തുമ്പോൾ അയാൾ ഒരു റൗഡിയെ പോലെയാണ്, ഗുണ്ടകളുമായിട്ട് ഭയങ്കര അടുപ്പമുണ്ട് എന്നുള്ള രീതിയിലെല്ലാമാണ് കാണിച്ചിരിക്കുന്നത്. സൂപ്പർ ശരണയിലും ഇതുപോലെയുള്ള കാര്യമുണ്ട്. അജിത് മേനോൻ എന്ന ആ കഥാപാത്രം വളരെ മിടുക്കനായിട്ടുള്ള ഒരു പഠിപ്പിസ്റ്റാണ്, ആ കോളേജിലെ ടോപ്പ് ആയിരുന്നു എന്നെല്ലാം കാണിക്കുകയും എന്നാൽ അവസാനത്തോട്ട് അടുക്കുന്ന സമയത്താണ് അതും കള്ളമായിരുന്നു എന്ന് കാണിച്ചിരിക്കുന്നത്. ഇനി 2 സിനിമയുടെയും അവസാനത്തിൽ ഈ നായകനും നായികയും പിരിയുന്നതായി കാണിച്ചിട്ടുണ്ട്. അതായത് അവർ പ്രണയത്തിലാണെങ്കിൽ പോലും ഒരു ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലേക്ക് മാറുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. തണ്ണീർമത്തൻ ദിനങ്ങളിൽ നായിക കേരളത്തിൽ നിന്നും നായകനെ വിട്ടുകൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് പോവുകയും അവിടെ ഇരുന്നുകൊണ്ട് പരസ്പരം പ്രണയിക്കുന്നതായിട്ടുമാണ് കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പ്രേമലുവിൽ എത്തുമ്പോൾ അതുവരെ ഒന്നിച്ചു കഴിഞ്ഞിരുന്ന നായകനും നായികയിൽ നിന്നും നായകൻ ഇന്ത്യക്ക് പുറത്തേക്ക് പോവുകയും നായിക അവിടെ തന്നെ നിലനിന്നുകൊണ്ട് രണ്ടുപേരും പ്രണയിക്കുന്നതായിട്ടുമാണ് കാണിക്കുന്നത്. ഇനി ഈ സിനിമകളിലെല്ലാം ഗിരീഷ് ഷെഡി കൊണ്ടുവന്നിരിക്കുന്ന സിനിമാ പ്രവർത്തകരാണ് ഒരു കോമൺ ആയിട്ടുള്ള കാര്യം. അതായത് ജിത്തു മാധവൻ രോമാഞ്ചത്തിലും ആവേശത്തിലുമെല്ലാം കൂടുതലായും യൂട്യൂബേഴ്സിനെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയാണ് ഉപയോഗിച്ചിരുന്നത്. ഇതുപോലെ ഗിരീഷ് ഷെഡിയും തന്റെ സിനിമകളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ വളർന്നു വരുന്നവർക്ക് അവസരങ്ങൾ കൊടുക്കാറുണ്ട്. എന്നാൽ അതിലുപരിയായി സിനിമയിലെ അണിയറ പ്രവർത്തകർക്കും ഗിരീഷ് ഷെഡി തന്റെ 3 സിനിമകളിലും അഭിനയിക്കാൻ ചാൻസ് കൊടുത്തിരിക്കുന്നതായി കാണാം. അതായത് തണ്ണീർമത്തൻ ദിനങ്ങളിൽ ഡിനോയ് പൗലോസ്, വിനീത് വസുദേവൻ എന്നിവരും, സൂപ്പർ ശരണയിൽ വരുൺ ധാരയും വിനോദ് വസുദേവനും, പ്രേമലുവിൽ ശ്യാം പുഷ്കരനും അൽതാഫ് സലീമും. ഇങ്ങനെ ഗിരീഷ് ഷെഡി തന്റെ 3 സിനിമകളിലും സിനിമയുടെ അണിയറ പ്രവർത്തകരെയാണ് കൂടുതലായും കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നതെന്ന് കാണാം. കൂടാതെ ഈ 3 സിനിമകളിലും ഇങ്ങനെ സിനിമയുടെ അണിയറ പ്രവർത്തകരെ അഭിനയിക്കാനായി കൊണ്ടുവന്നത് കൂടാതെ മെയിൻ കഥാപാത്രങ്ങളായി 3 സിനിമകളിലും നെൽസനോ, മാത്യൂസോ, അനശ്വര രാജനോ, മമിത ബൈജോ തുടങ്ങിയവരെ എല്ലാം ഗിരീഷ് ഷെഡി ഉൾപ്പെടുത്തിയിരിക്കുന്നതായി കാണാം. ഇനി ഇതല്ലാതെ തണ്ണീർമത്തൻ ദിനങ്ങൾ ഒഴിവാക്കി സൂപ്പർ ശരണയും പ്രേമലുമായിട്ട് നോക്കിയാലും 2 സിനിമകളിലും ദാബ ഗേൾസിനെ റെഫർ ചെയ്യുന്നതായിട്ടും കൂടാതെ 2 സിനിമകളിലും പണ്ട് ഹിറ്റായിട്ടുള്ള ഒരു പാട്ട്, സൂപ്പർ ശരണയിൽ പരിമലച്ചെരുവിലെ എന്ന് തുടങ്ങുന്ന സ്ഫടികത്തിലെ പാട്ടും പ്രേമലുവിൽ യയ എന്ന് തുടങ്ങുന്ന ആ ഗാനവും വീണ്ടും യൂസ് ചെയ്ത് ഹിറ്റാക്കിയിരിക്കുന്നതായി കാണാം. സോ ചുരുക്കി പറയുകയാണെങ്കിൽ ഗിരീഷ് ഷെഡി തന്റെ 3 സിനിമകളിലൂടെയും പറയാൻ ശ്രമിച്ചിരിക്കുന്നത് ഒരു കൂട്ടം ആളുകളുള്ള ഒരു സ്ഥാപനത്തിലോ ഒരു സ്ഥലത്തോ നടക്കുന്ന ഒരു പ്രണയകഥയും ഈ പ്രണയകഥ തന്നെ മിക്കപ്പോഴും ഇന്റർ കാസ്റ്റിങ്ങിലൂടെ അവതരിപ്പിക്കാനും ഇവർക്കിടയിൽ ഒരു കോമഡി വില്ലൻ ഉണ്ടായിരിക്കുകയും ഈ വില്ലനും നായകനുമായി പരസ്പരം പാരവെക്കുകയും ഈ കോമഡി വില്ലനെ എല്ലാവർക്കും ആദ്യമെല്ലാം ഇഷ്ടപ്പെടുകയും എന്നാൽ സിനിമയുടെ അവസാനത്തോട്ട് അടുക്കുന്ന സമയത്ത് ഇയാളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരികയും സിനിമയ്ക്കിടയിൽ വെച്ച് തന്നെ ടൂറുകളും കല്യാണക്കാര്യങ്ങളും എല്ലാം കാണിച്ചു പോവുകയും സിനിമയുടെ അവസാനമെത്തുമ്പോൾ അതുവരെ പലതരം പിണക്കങ്ങളിലൂടെയും മറ്റും പോയിക്കൊണ്ടിരുന്ന നായകനും നായികയും ഒന്നാവുകയും മിക്കപ്പോഴും അവർ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലേക്ക് മാറുകയും ചെയ്യുന്നതായിട്ടാണ് ഗിരീഷ് ഷെഡി തന്റെ മിക്ക സിനിമകളിലൂടെയും കാണിക്കാനായി ശ്രദ്ധിച്ചിരിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളെല്ലാമാണ് ഗിരീഷ് ഷെഡിയുടെ ചിത്രങ്ങൾ കമ്പയർ ചെയ്ത സമയത്ത് കോമണായി നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ. വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. ഇതുപോലെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്ന കാര്യങ്ങളും തീർച്ചയായിട്ടും വീഡിയോ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.